ഹലോ, ഗുഡ് ഈവനിങ് എവരിബഡി. ഹലോ വേൾഡ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് രാത്രിയിലും വീണ്ടും അല്പനിമിഷം നമുക്കൊരുമിച്ച് ഇരിക്കുവാനുള്ള ഒരവസരം കിട്ടിയല്ലോ. ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെട്ട ദിവസമായിരുന്നു എന്ന് ഞാൻ കരുതിക്കോട്ടെ. അല്പസമയം നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ വീണ്ടും ഞാൻ പറയുക, ഇന്നത്തെ ദിവസത്തിൻ്റെ മുഴുവൻ കാര്യങ്ങൾ നമ്മൾ റീവെൻറ്റ് ചെയ്ത് കാണുമെന്ന് എനിക്കറിയാം. എന്നാൽ ചിലതൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിന്നും വിട്ടുപോയിട്ടുണ്ടല്ലോ, അത് നാളെ നമുക്ക് റീവെൻറ്റ് ചെയ്യാം. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയമെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും എന്നൊരു വിഷയത്തിനെക്കുറിച്ചാണ്. എന്തുകൊണ്ടെന്നാൽ ചിലപ്പോഴൊക്കെ നമ്മുടെ കയ്യിൽ നിന്നും നമ്മുടെ മനസ്സ് വഴുതിപ്പോകാറുണ്ട്. ശരീരത്തിനോട് പറയാൻ നമ്മുടെ മനസ്സിന് കഴിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങും. ശരീരത്തിൻ്റെതായ കാര്യങ്ങൾ ചെയ്യും, നമ്മുടെ മനസ്സിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ശരിക്കും അത് അപകടമാണ്. നമ്മുടെ ശരീരവും മനസ്സും നേർരേഖയിൽ സഞ്ചരിച്ചാൽ മാത്രമേ നമ്മൾക്ക് ആ ഡെസ്റ്റിനേഷനിലെത്താൻ പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്ത് നമ്മൾക്ക് എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ഒരു വിഷയത്തിനെക്കുറിച്ച് ഞാൻ ഇതിനിടയ്ക്കൊന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിനൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ജോലിയൊക്കെ കഴിഞ്ഞ് ഒരു ബൈക്കിൽ, അദ്ദേഹത്തിൻ്റെതായ സ്വന്തം ബൈക്കിൽ വീട്ടിലേക്ക് പോകുന്ന വഴി ഒരു കാറുമായി കൂട്ടിയിടിച്ച് ആക്സിഡൻ്റായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. വളരെ സീരിയസ് ആയിരുന്നു. ജീവൻ തന്നെ തിരിച്ചു കിട്ടുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ സഹായത്താൽ അതെല്ലാം മാറി. ഇപ്പോൾ ആരോഗ്യം പൂർണ്ണമായി വരുന്നു. ഞാൻ പറഞ്ഞ കാര്യം, അദ്ദേഹം ഇവിടെ നിന്ന് പോകുമ്പോൾ വളരെ ധൃതിയിലാണ് വീട്ടിലേക്ക് പോയത്. അപ്പോൾ വീട്ടിലെത്രയും പെട്ടെന്ന് ചെല്ലണം എന്നൊരാഗ്രഹത്തോടു കൂടെ ആ ബൈക്കിൽ കയറി പോവുകയായിരുന്നു. ബൈക്ക് അദ്ദേഹം ഓടിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, എന്നാൽ തൻ്റെ മനസ്സ് താൻ എത്തേണ്ട സ്ഥലത്തായിരുന്നു. ശരീരത്തിൻ്റെ കൂടെ മനസ്സുണ്ടായിരുന്നില്ല. വണ്ടി സ്പീഡെടുത്ത് പോയി. അദ്ദേഹത്തിൻ്റെ ചിന്ത മുഴുവൻ ആ വീട്ടിൽ എത്രയും പെട്ടെന്ന് ചെല്ലണം, ആ ഒരു കാര്യത്തിനെക്കുറിച്ച്, വീട്ടിൽ ചെന്നാൽ ഉണ്ടാകുന്ന ആ ഒരു കാര്യത്തിനെപ്പറ്റി ഓർത്തുകൊണ്ട് ചിലപ്പോൾ അല്പം വ്യാകുലപ്പെട്ട് കാണുമായിരിക്കാം. അതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ആ വീട്ടിൽ ചെല്ലേണ്ടതായ സാഹചര്യം അദ്ദേഹത്തിന് പെട്ടെന്നായതുകൊണ്ട് വണ്ടി ഓടിച്ചു പോയി. അങ്ങനെ ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട് ഒരു കാറിൽ ചെന്ന് വണ്ടി ഇടിച്ചിട്ട് അദ്ദേഹം മറിഞ്ഞൊരു പോസ്റ്റിൽ ചെന്ന് തലയിടിച്ച് ഹെൽമെറ്റ് പൊട്ടിപ്പോയി. അങ്ങനെ കണ്ട ഒരു ഡോക്ടർ അദ്ദേഹത്തിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോയി അവിടെ കിടന്ന് ഇപ്പോൾ സുഖം പ്രാപിച്ചു വരുന്നു. അല്പം അസ്വസ്ഥതകളൊക്കെ ഉണ്ട്. എങ്കിലും ഞാൻ പറയാം, ഇതിന് ഉണ്ടായ കാരണം എന്താണെന്ന് പറഞ്ഞാൽ തൻ്റെ ശരീരവും തൻ്റെ മനസ്സും രണ്ട് രേഖയിലാണ് സഞ്ചരിച്ചത്. ശരീരം ഒരു വഴിക്കും മനസ്സ് വേറൊരു വഴിക്കും പോയി. അതുണ്ടാകരുത്. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കരുത്. അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾക്ക് അപകടങ്ങളും ആപത്തുകളും ഒരു ജോലിയും പൂർണ്ണതയിൽ എത്താൻ പറ്റാത്ത രീതികളിലേക്ക് നമ്മൾ ചെന്നെത്തും. ചിലരൊക്കെ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ അടുത്ത് ചെന്നാൽ പോലും അവർ അറിയത്തില്ല. നമ്മൾ വിചാരിക്കും അവർ ജോലിയിലായിരിക്കും വ്യാപൃതരായിരിക്കണം. എന്നാൽ അങ്ങനെയല്ല. ജോലി അതിൻ്റെ കർമ്മ ശരീരം ചെയ്യും, പക്ഷേ തൻ്റെ മനസ്സ് വേറെ ഏതോ തലത്തിലാണ്. ആ മനസ്സ് നമ്മുടെ കൈപ്പിടിയിലേക്ക് ഒതുങ്ങിയെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിനെ അതനുസരിച്ച് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഇതൊരു വലിയ വിഷയം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന വിഷയങ്ങളുടെ പ്രധാന കാരണം നമ്പർ 1, ശരീരവും മനസ്സും നേർരേഖയിലല്ല സഞ്ചരിക്കുന്നത്, രണ്ട് രേഖയിലാണ്. അതിനെ നേർരേഖയിൽ നമ്മൾ കൊണ്ടുവരണം. ഉദാഹരണത്തിന്, നമ്മളൊരു വസ്തുവിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾക്കത് കാണുവാൻ സാധിക്കുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ രണ്ട് കണ്ണിലെയും ആ ദർശനത്തിൻ്റെ ആ പവർ ഒരേ ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കുന്നതുകൊണ്ടാണ് അത് വസ്തുവായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ പേന ഞാൻ ഇവിടെ പിടിക്കുമ്പോൾ എനിക്ക് കാണാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ
എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ 2 കണ്ണിൽ നിന്നും വരുന്ന ആ രശ്മി, അതിൻ്റെ നോട്ടം ഈ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നുണ്ടാണ്. അത് കേന്ദ്രീകരിക്കുന്നില്ലെങ്കിൽ എനിക്ക് ഈ പേന ഇവിടെ ഉണ്ടെന്ന് കാണാൻ പറ്റത്തില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും നേർരേഖയിൽ തന്നെ സഞ്ചരിക്കണം. മനസ്സിനെ പിടിച്ചു നിർത്തുവാൻ നമുക്ക് കഴിയണം. മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് കഴിയണം. മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിയണമെങ്കിൽ നമ്മുടെ ഇന്നർ മാൻ, അകത്തിരിക്കുന്ന മനുഷ്യന് അത് കഴിയും. അതിനുള്ള പവർ നമ്മൾ കൊടുക്കണം. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇത് ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ വളരെ നിസ്സാരമായിട്ട് തോന്നും. നമ്മൾ അപകടത്തിൽ ചെന്ന് ചാടുന്നതും നമ്മൾക്ക് വിഷയങ്ങൾ ഉണ്ടാകുന്നതും അതിൽ നിന്ന് കയറാൻ പറ്റാതിരിക്കുന്നതിൻ്റെ ഒക്കെ പ്രധാന കാരണം നമ്മുടെ മനസ്സിനെ നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റുന്നില്ല, നമ്മുടെ പിടിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മളങ്ങ് പോവുകയാണ്. എന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, സാഹചര്യങ്ങളെല്ലാം നമ്മുടെ കാൽ കീഴിലാണ്. ഏത് സാഹചര്യവും നമ്മൾ പറയുന്ന പോലെ വരത്തുള്ളൂ. പക്ഷേ അത് പറയാനുള്ള ഒരു ചങ്കൂറ്റവും ആ ഒരു മനസ്ഥിതി നമ്മൾക്കുണ്ടാകണം. അതിന് നമ്മുടെ ഉള്ളിലെ മനുഷ്യനെ നമ്മൾ ബലപ്പെടുത്തണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഒരു ആത്മാവിരിപ്പുണ്ട്, ഒരു മനുഷ്യനുണ്ട്, അത് ജീവനുണ്ട്. അത് നമുക്കറിയാൻ പറ്റുന്നില്ല, തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതിനെ നമ്മൾ ജീവിപ്പിക്കണം. അപ്പം അതിനൊരു പവറുണ്ട് നമുക്ക്. അതാ ഞാൻ പറഞ്ഞത്, നമ്മളെയൊക്കെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് ഭയങ്കര പവറോടുകൂടെയാണ്. ഏത് ജോലിയും ചെയ്യാനുള്ള കഴിവ്, ഏത് കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള കഴിവ്, ഏത് ഉന്നത നിലയിലും എത്തിച്ചേരാനുള്ള കഴിവ്, ഇതെല്ലാം എനിക്കും നിങ്ങൾക്കും ഉണ്ട്. പക്ഷേ ചില പരിമിതികൾ കൊണ്ടും സാഹചര്യങ്ങൾ നമ്മളെ ഭരിക്കുന്നത് കൊണ്ടും പുറമേയുള്ള വസ്തുക്കൾ, ഈ ലോകത്തിലെ പല കാര്യങ്ങളും നമ്മളെ ഭരിക്കുന്നത് കൊണ്ടും ഇതിനെയൊക്കെ പൊട്ടിച്ച് പുറത്തു വരുവാൻ നമുക്ക് കഴിയാത്തത് കൊണ്ടാണ് നമ്മൾ വീണ്ടും ആ സാഹചര്യങ്ങളിൽ കുടുങ്ങിപ്പോകുന്നത്. എന്ന് വിട്ടുകൊടുക്കരുത്. ഒരു സാഹചര്യവും നമ്മളെ വാഴാൻ അനുവദിക്കരുത്. എല്ലാ സാഹചര്യങ്ങളുടെ മേലും നമ്മൾ വിജയിക്കും എന്നൊരു ഉത്തമ പ്രതീക്ഷ നമുക്കുണ്ടാകണം. അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ മനസ്സിനെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കണം. നമ്മുടെ മനസ്സിൽ നമ്മൾ നിത്യവും കാണുന്ന കാര്യങ്ങൾ തെളിച്ച് മറിഞ്ഞുകൊണ്ടേയിരിക്കും. ചിലത് നമ്മൾക്ക് ഇഷ്ടമുള്ളതായിരിക്കാം, ചിലത് നമ്മൾക്ക് വെറുപ്പുള്ളതായിരിക്കാം, ചിലത് നമ്മളുടെ കണ്ണിന് നയന ആനന്ദകരമായിരിക്കാം. അങ്ങനെ പലതും നമ്മുടെ ഈ ലോകത്ത് ജീവിക്കുമ്പോഴുണ്ട്. പക്ഷേ ഇതിനെയൊക്കെ തിരിച്ചറിയാനും വേണ്ടതിനെ സ്വീകരിക്കാനും വേണ്ടാത്തതിനെ തള്ളിക്കളയാനുമുള്ള ഒരു കഴിവ് നമ്മൾ തന്നെ ഉണ്ടാക്കണം. ഇത് മറ്റാരും നമുക്ക് ഉണ്ടാക്കി തരത്തില്ല. ഈ കഴിവുകളൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ട്. നമ്മുടെ ക്രിയേഷനിൽ തന്നെ ഇത് നിക്ഷേപിച്ചിട്ടുണ്ട്. പല സാഹചര്യങ്ങളിലും നമുക്ക് നേരെ നിൽക്കാനുള്ള പവർ നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ഈ പവർ നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് രാത്രിയിലും ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഈ കഴിവുകളൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ് ഞാനും നിങ്ങളുമൊക്കെ. നമ്മളെയൊന്നും വെറും നിസ്സാരന്മാരായിട്ട് കാണരുത്. എനിക്കിതൊന്നും ചെയ്യാൻ കഴിയത്തില്ല, എനിക്കിതൊന്നും കേൾക്കാൻ കഴിയത്തില്ല, ഇതൊന്നും നിങ്ങൾ പറയരുത്. നിങ്ങൾക്കെല്ലാം കേൾക്കാൻ കഴിയും, നിങ്ങൾക്കെല്ലാം ചെയ്യാൻ കഴിയും. അസാധ്യമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഒന്നുമില്ല. ഈ ലോകത്തിലെ പല കാര്യങ്ങളും മനുഷ്യൻ ചെയ്യുന്നത് അവൻ്റെ കഴിവ് കൊണ്ട് ആണ്. അവൻ്റെ കഴിവെന്ന് പറഞ്ഞാൽ അവനിൽ നിക്ഷിപ്തമായിരിക്കുന്ന, അവനിൽ നിക്ഷേപിച്ചിരിക്കുന്ന അവൻ്റെ കഴിവുകളെ അവൻ തിരിച്ചറിയുമ്പോഴാണ് അവൻ ഉന്നതിയിലേക്ക് എത്തിച്ചേരുന്നത്. അങ്ങനെ ഉന്നതിയിൽ എത്തിച്ചേരണമെങ്കിൽ ആ കഴിവുകളെ നമ്മൾ പുറത്തു കൊണ്ടുവരണം. അത് കൊണ്ടുവരണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കണം. നെഗറ്റീവ് കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വരും. നെഗറ്റീവ് കാര്യങ്ങൾ പറഞ്ഞു തരാൻ പലരും കാണും. നടക്കത്തില്ല, നിന്നെ കൊണ്ട് പറ്റത്തില്ല എന്നൊക്കെ പറയാൻ ആൾക്കാരുണ്ടാവും. പക്ഷേ എനിക്കിത് കഴിയും, എനിക്കിത് സാധിക്കും എന്ന ഒരു ഉറച്ച തീരുമാനത്തോടു കൂടെ നിങ്ങൾ മുന്നിട്ടിറങ്ങിയാൽ, ഒരു സ്റ്റെപ്പ് വെച്ചാൽ ആ സാഹചര്യങ്ങളുടെ വാതിലുകൾ നിങ്ങളുടെ മുന്നിൽ തുറന്നു വരുന്ന കാണാം. നിങ്ങൾക്ക് നന്മ വരുന്ന കാര്യങ്ങളെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ, അതിനുവേണ്ടി നിങ്ങളൊരു സ്റ്റെപ്പ് എടുത്തു വെക്കുമ്പോൾ, അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോൾ ആ സാഹചര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ തുറന്നു വരും. അതാണ് എൻ്റെ വസ്തുത. എന്നാൽ നെഗറ്റീവ്സ് നമ്മൾ കേൾക്കുമ്പോൾ, നിന്നെക്കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല എന്ന് മറ്റുള്ളവർ പറയുമ്പോൾ അതിനെ നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ ആ രീതിയിലേ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് രാത്രിയിലും നിങ്ങൾ ഒരു കാര്യം വിചാരിക്കണം. നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തിനെയും ഒരേ ബിന്ദുവിലേക്ക് കൂടെ നിങ്ങൾ കേന്ദ്രീകരിക്കണം. ശരീരം, നമ്മുടെ മനസ്സ് പറയുന്നത് നമ്മുടെ ശരീരം അനുസരിച്ചേ മതിയാകത്തുള്ളൂ.
അതിനുള്ള ഒരു കഴിവ് നമ്മൾ ആർജിക്കണം. ആ കഴിവൂടെ നിങ്ങളുടെ ഉള്ളിലുണ്ട്. സാഹചര്യങ്ങളല്ല നിങ്ങളെ ഭരിക്കുന്നത്. സാഹചര്യങ്ങൾക്കനുസരിച്ച് നീങ്ങാൻ നിങ്ങൾ ബാധ്യസ്ഥരല്ല. അത് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയാൻ നിങ്ങൾ സമ്മതിക്കണം. മനഃപൂർവ്വമായിട്ട് പലതും നിങ്ങൾ വിട്ടുകളയണം. നിങ്ങളുടെ വിഷയങ്ങളെ വലുതാക്കി കാണിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ ചെറുതാക്കി കാണിക്കുന്ന വിഷയങ്ങളൊക്കെ വന്നാലും മനഃപൂർവ്വമായി അതിലെങ്കിലും കയറി പിടിക്കരുത്. ആവശ്യമുള്ളത് മാത്രമേ സ്വീകരിക്കാവൂ. അതുകൊണ്ടാണ് പറയുന്നത്, കാണേണ്ടത് മാത്രം കാണുവാനും, കേൾക്കേണ്ടത് മാത്രം കേൾക്കുവാനും, പറയേണ്ടത് മാത്രം പറയുവാനുമുള്ള കഴിവ് നമ്മൾ ആർജിക്കണം. വേണ്ടാത്ത സ്ഥാനത്ത് സംസാരിക്കരുത്. വേണ്ടാത്ത കാഴ്ചകൾ കാണുവാൻ കണ്ണ് പറയുമ്പോൾ വേണ്ട എന്ന് വേണ്ട, നോ നോ എന്ന് പറയാനുള്ള ഒരു ആർജവം നമ്മുടെ ഉള്ളിൽ വേണം. വേണ്ടാത്ത കാര്യങ്ങൾ നോ എന്ന് പറയുവാൻ ഉള്ള കഴിവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് തന്നെ നമ്മുടെ പോസിറ്റീവ് എനർജിയാണ്. അതേസമയം എല്ലാ കാര്യങ്ങൾക്കും യെസ് 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 എന്ന് പറയുമ്പോൾ നമ്മളതിന് മുന്നിൽ തോറ്റു കൊടുക്കുക. വേണ്ടാത്ത കാര്യങ്ങൾക്ക് നോ എന്ന് തന്നെ നമ്മൾ പറയണം. ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം ഇതേ ഉള്ളൂ. മനസ്സും ശരീരവും നേർരേഖയിലായിരിക്കണം സഞ്ചരിക്കേണ്ടത്. മനസ്സൊരിടത്തും ശരീരം ഒരിടത്തും പോകരുത്. ശരീരത്തിനെ വെറുതെ വിട്ടുകൊടുക്കരുത്. ശരീരത്തിൻ്റെതായ സുഖങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുക്കരുത്. മനസ്സ് പറയുന്നത് ശരീരം അനുസരിക്കണം. ആ മനസ്സാര് പറയുന്നത് അനുസരിക്കണം. നമ്മുടെ ഇന്നർമാൻ, ഉള്ളിലുള്ള നമ്മുടെ സോൾ എന്ന് പറയുന്നത് മനസ്സനുസരിക്കണം. ആ മനസ്സ് പറയുന്നത് ശരീരം അനുസരിക്കണം. ഇത് മൂന്നും റിലേറ്റഡാണ്. ഇത് മൂന്നും തമ്മിൽ ബന്ധപ്പെടുമ്പോൾ നമ്മൾക്കൊന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട കാര്യം വരത്തില്ല. ഒന്നിനെക്കുറിച്ചും നമ്മൾ വിചാരപ്പെടേണ്ട കാര്യമില്ല. ഇന്ന് രാത്രിയിലും നിങ്ങളൊരു കാര്യം മനഃപൂർവ്വമായി വിചാരിക്കണം. നാളത്തെ ദിവസം എനിക്ക് വേണ്ടിയുള്ളതാ, നാളത്തെ ദിവസം എൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയുള്ളതാ. എന്നുണ്ടായിരിക്കുന്ന വിഷയങ്ങളൊന്നും, എനിക്ക് പ്രതികൂലമായിട്ടുള്ളതൊന്നും നാളെ എൻ്റെ മുന്നിൽ നിൽക്കത്തില്ല. നാളെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ ജീവിതം ഉയർച്ചയിലേക്ക് തന്നെ വരും. ആ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളും ഞാൻ ധൈര്യത്തോടെ നേരിടും എന്നുള്ള ഒരു ഉത്തമ വിശ്വാസത്തോടെ എന്ന് രാത്രിയിലും നിങ്ങൾക്ക് ഞാനൊരു ഗുഡ് നൈറ്റ് തരിക, ഒരു സ്വീറ്റ് ഡ്രീംസ് നേരുക. നാളത്തെ പ്രഭാതം എനിക്കും നിങ്ങൾക്കും അനുഗ്രഹമായിട്ട് മാറട്ടെ. നാളത്തെ പ്രഭാതത്തിൽ വീണ്ടും കാണുന്നവരെയും വീണ്ടും ഞാൻ നിങ്ങൾക്ക് ഒരു ഗുഡ് നൈറ്റ് നേരുന്നു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.